പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. എൻ്റെ പ്രിയപ്പെട്ട പുതിയ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊരു മെസ്സേജ് തരാനായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷേ പുതിയ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊരു മെസ്സേജ് ആണെങ്കിൽ പോലും പഴയ ഡ്രൈവർമാർ ഈ ദുരിതം അനുഭവിച്ചവർ കുറച്ച് പേരുണ്ടായിരിക്കും. അത് എന്നിലുണ്ടായി തന്നെ ഒരു ദുരനുഭവമാണ്. കാരണം എൻ്റെ ഓട്ടോ ഫീൽഡിൽ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം സിറ്റിക്കകത്ത് വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സുന്ദരനും സുമുഖനുമായ ഒരു യുവാവിൻ്റെ ഓട്ടം വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞ് കുറച്ച് 5-6 ഓട്ടമുണ്ട്, നമുക്ക് എല്ലാം കൂടെ ഓട്ടം കഴിഞ്ഞിട്ട് നേരെ അവസാനം നമുക്ക് ശംഖുമുഖത്തേക്ക് പോകണം. പക്ഷേ തൈക്കാട് ഹോസ്പിറ്റലിൽ പോയി എൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്, വൈഫിനെയും കൂടെ എടുത്തുകൊണ്ടാണ് പോകാനുള്ളതെന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ കണക്കൂട്ടിയാൽ നല്ല ഓട്ടമാണ്, കൊള്ളാം, എന്തായാലും നല്ല അടിപൊളി ഓട്ടം. മനസ്സിനകത്ത് കണക്കൂട്ടി ഡ്രൈവർമാർ കണക്ക് കൂട്ടുന്നത് പോലെ ഒന്ന് ചിന്തിച്ചു. ഇവൻ നേരെ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് നേരെ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് അവിടെ കൊടുക്കാൻ ബാലൻസ് ഇല്ല, ഒരു 300 ഉണ്ടെങ്കിൽ തരുമെന്ന് ചോദിച്ചു. ഞാൻ ആ 300 എടുത്ത് പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ പോയിട്ട് അതേ ടക്കനെ തിരിച്ചു വന്ന് നേരെ തൈക്കാട് ഹോസ്പിറ്റലിൽ പോയി. തൈക്കാട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നെ പറഞ്ഞു, ചേട്ടാ വണ്ടി ഒന്ന് കട്ടറൊക്കെ ചവിട്ടി പോകണം, സൂക്ഷിച്ച് പോകണം. ഞാൻ പറഞ്ഞു, ശരി എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ നേരെ തൈക്കാട് കയറി അങ്ങ് പോയി, എൻ്റെ മണ്ടയിൽ കൂടെ കയറി അങ്ങ് പോയി. ഞാനവിടെ 15 മിനിറ്റ് 20 മിനിറ്റ് 25 മിനിറ്റ് അരമണിക്കൂറായിട്ട് ഇയാളെ കാണാനില്ല. നേരെ പോയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിക്കാരനെ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു ഇന്ന രീതിയിലുള്ള ഒരു പയ്യൻ ഇങ്ങനെ വന്നിരുന്നു, എന്ത് പറ്റി? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ കയ്യിൽ നിന്ന് 300 രൂപയും വാങ്ങിച്ച് കുറച്ച് ഓട്ടം പോകണമെന്ന് പറഞ്ഞ് പുള്ളിയുടെ വൈഫിനെയും കൊണ്ട് തിരിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ ഇന്നലെയും ഇവൻ ഇതേ പയ്യൻ തന്നെ ഇതുപോലെ ഇവിടെ വന്ന് പറ്റിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. അവസാനം അവിടെ മൊത്തം തപ്പി, ആളെ കിട്ടിയില്ല, അവൻ പോയി. അപ്പോൾ ഇവന്മാർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പയ്യന്മാരെയാണ് ഇവന്മാർ ഫോക്കസ് ചെയ്യണത്. പുതിയ ഡ്രൈവർമാരാകുമ്പോൾ പെട്ടെന്ന് ഇവന്മാരെ പറ്റിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സുഹൃത്തിനെ ഇടയ്ക്ക് വർക്കല ഓട്ടം വിളിച്ചുകൊണ്ട് പോയിട്ട്, പാവപ്പെട്ടവൻ ഇവിടെ നിന്ന് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വർക്കല വരെ ഓട്ടം വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഒരു ഇടവഴി കൂടെ ഇറങ്ങി അങ്ങ് പോയി. ഇതുപോലെ പല ഡ്രൈവർമാർക്കും ദുരനുഭവം ഉണ്ടായിട്ടുള്ള ഒരുപാട് പഴയ ഡ്രൈവർമാരുണ്ട്, പുതിയ ഡ്രൈവർമാരുമുണ്ട്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ആർക്കൊക്കെ ഇതുപോലെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണം. പലരും പല രീതിയിലും ഓട്ടോ ഡ്രൈവർമാരെ കബളിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ജാഗ്രത പാലിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.